ദ്രാവിഡ കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇടുക്കി വട്ടവടയിൽ മഞ്ജുവിരട്ട് നടന്നു. കാർഷിക ഗ്രാമമായ വട്ടവടയുടെ കാർഷിക പെരുമയുമായി കാളക്കൂറ്റന്മാർ നിരത്തുന്ന കീഴടക്കി. നൂറ്റാണ്ടുകളായി പിന്തുടർന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായാണ് വട്ടവടയിൽ മഞ്ജുവിരട്ട് നടക്കുന്നത്. ഗ്രാമത്തിലെ പ്രധാന കവലയിലേക്ക് ഉഴവുമാടുകൾ പാഞ്ഞെത്തുന്ന രീതിയിലാണ് മഞ്ജുവിരട്ട് നടക്കുന്നത്. വിത്തിറക്കുന്നതിന് മുന്നോടിയായാണ് മഞ്ജുവിരട്ട് ആഘോഷം. മത്സരത്തിനു മുൻപ് മന്നാടിയാരും മന്ത്രിയാരും ഉൾപ്പെടെയുള്ള ഗ്രാമമുഖ്യന്മാരെ ഗ്രാമീണർ പൊതുസ്ഥലത്തേക്ക് ആനയിക്കും. പരമ്പരാഗത ഔദ്യോഗിക വേഷവിധാനങ്ങൾ അണിഞ്ഞാണ് ഇവരുടെ വരവ്. കാലകാലമായിട്ട് ഞങ്ങൾ ഈ ഉത്സവം വെച്ച് മാട്ടുകൾക്ക് ഏതെങ്കിലും അസുഖം വരാത്ത രീതിക്കാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ഇത് തിരുവിതാംകൂർ മഹാരാജാവ് മന്ത്രിയാർ മണികാരർ പെരിയതരം 5 പേർ കൊണ്ട് ഒരു കുഴുവാണ് ഇത്. എല്ലാ വിളവെടുക്കുന്ന സമയവും ഇനി അടുത്തും കള പറിക്കാൻ പോകുന്ന സമയം ഇന്ന് അടുത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ വിശേഷവും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ട ഒരു ഉത്സവമാണ് ഈ മഞ്ഞുവിരൽ തിരുവിഴ എന്ന് പറയുന്നത്. കാർഷിക ജോലികളിൽ സഹായിക്കുന്ന മാടുകളോടുള്ള ആദരവ് കൂടിയാണ് മഞ്ജുവിരട്ട്. മത്സരത്തിന് 1 മാസം മുൻപ് മുതൽ ഇവയെ കൃഷിയിടത്തിലിറക്കാതിരിക്കും. മികച്ച പരിചരണം നൽകി കൊമ്പുകളിൽ അലങ്കാരങ്ങളും പതിപ്പിച്ച് ചായം പൂശിയാണ് ഇവയെ മത്സരത്തിന് കൊണ്ടുവരിക. ഗ്രാമത്തിലെ വിവിധ വഴികളിൽ നിന്നാണ് കാളകളെ പ്രധാന കവലയിലേക്ക് ഓടിക്കുക. നാലര നൂറ്റാണ്ട് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് വട്ടവട നിവാസികളുടെ പൂർവികർ എന്നാണ് വിശ്വാസം. ഇന്നും പഴയകാല കാർഷിക രീതികൾ പിന്തുടരുന്നവർ കൂടിയാണ് ഇവർ. മഞ്ജുവിരട്ട് ദിനത്തിൽ നിരവധി ആളുകൾ പ്രത്യേക തലപ്പാവും പരമ്പരാഗത വസ്ത്രങ്ങളും ധരിച്ച് തങ്ങളുടെ കാളകളുമായി എത്തും. മുൻകാലങ്ങളിൽ ഓടിയെത്തുന്ന കാളകളെ യുവാക്കൾ കൊമ്പിൽ പിടിച്ചു നിർത്തുമായിരുന്നു. എന്നാൽ ഇത്തവണ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ കാളകളെ പിടിച്ചു നിർത്തുന്നത് ഒഴിവാക്കിയാണ് മഞ്ജുവിരട്ട് നടത്തിയത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.